എന്തുകൊണ്ടാ ബൈബിൾ ഇത്രയും കാലം നിലനിന്നതിൽ? പുരാതനമായ പല പുസ്തകങ്ങളും അപ്രത്യക്ഷമായപ്പോൾ എന്തുകൊണ്ടാണ് ബൈബിൾ മാത്രം നിലനിന്നത്? ചരിത്രത്തിലുടനീളം എണ്ണമറ്റ പുസ്തകങ്ങൾ കാടി അവനിക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും 3000-ലധികം വർഷങ്ങളായി ബൈബിൾ നിലനിൽക്കുന്നു. യുദ്ധങ്ങള്, അധിനിവേശങ്ങള്, പീഡനങ്ങള്, പുസ്തകം കത്തിക്കലുകള്, ഏകാധിപതികളെ, നിരന്തരമായ വിമർശനങ്ങള് എന്നിവയെ അതിജീവിച്ചാണ് അത് നിലനിൽക്കുന്നത്. ശക്തരായ ഭരണാധികാരികൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ചക്രവർത്തിമാർ അതിന് പകർപ്പുകൾ കത്തിച്ച് കളയാൻ ഉത്തരവ്. അത് ഉടൻ തന്നെ അപ്രത്യക്ഷമാകുമെന്ന് വിമർശകർ പ്രവചിച്ചു. ഇന്ന് ബൈബിൾ ഇത് നിശബ്ദമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പകരം ബൈബിൾ എന്നത്തെക്കാളും കൂടുതൽ വ്യാപകമായി പ്രചരിച്ചു. ഇന്ന് അത് ആയിരക്കണക്കിന് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെടുകയും വിതരണം ചെയ്യപ്പെടുകയും ചെയ്ത പുസ്തകമായി അതിനെ മാറ്റി. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് കോപ്പുകൾ അച്ചടിക്കപ്പെടുകയോ ഡിജിറ്റലായി പങ്കുവയ്ക്കപ്പെടുകയോ ചെയ്യുന്നു. ഇത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും ആളുകളിലേക്ക് എത്തിച്ചേരുന്നു. ഏകദേശം 1500 വർഷങ്ങളിലായി വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള 40-ലധികം എഴുത്തുകാർ എഴുതിയതാണെന്ന് ഇരുന്നിട്ടും യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന ഒരേ ഒരു സ്ഥിരമായ സന്ദേശം അത് മുന്നോട്ട് വെക്കുന്നു എന്നത് അതിന്റെ നിലനിൽപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. യേശു ഇപ്രകാരം പ്രഖ്യാപിച്ചു: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വാക്കുകൾ ഒരു കാരണവശാലും ഒഴിഞ്ഞു പോവുകയില്ല. ബൈബിള് രാജ്യങ്ങളെയും സാമ്രാജ്യങ്ങളെയും തത്വചിന്തകളെയും രാഷ്ട്രീയ വ്യവസ്ഥകളെയും അതിജീവിച്ചിരിക്കുന്നു. അത് ജീവിതനില രൂപാന്തരപ്പെടുത്തുന്നതും പ്രത്യാശ പകരുന്നതും ലോകമെമ്പാടുമുള്ള ആളുകളെ നയിക്കുന്നതും തുടരുന്നു. ഇതിന്റെ അതിജീവനം ബൈബിളിലെ എല്ലാ അവകാശവാദങ്ങളെയും സ്വയം തെളിയിക്കുന്നില്ലെങ്കിലും ഇത് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യ നേട്ടങ്ങളിലൊന്നാണ്. ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു എന്ന ബൈബിളിന്റെ സ്വന്തം അവകാശവാദവുമായി ഇത് പൂർണ്ണമായും യോജിക്കുന്നു. യെശയ്യാവ് എഴുതിയതുപോലെ നമ്മുടെ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ബൈബിൾ ആക്രമിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അത് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പുസ്തകമായി തുടരുന്നു. സത്യത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്നതോടെ ഇതിന്റെ സന്ദേശം വിലനിൽക്കുന്നു. ബൈബിൾ സ്വയം പരിശോധിക്കുകയും അവ ഇന്നും ജീവിതത്തിനെ മാറ്റിമറിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തുകയും ചെയ്യുക.